ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ്. ഡേ മൈ ലൈഫ് ചെയ്തിട്ടില്ല. ഞാൻ 6 മാസമായിട്ട് കോട്ടപ്പാടത്തേനു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്ക് കടി നൂൽപുട്ടും ഓട്ടടയാണ് കേട്ടോ. ഓട്ടട ചുടൽ കഴിഞ്ഞിട്ടില്ല. വർക്കേരിയിൽ അടുപ്പാണ്. അപ്പം ഉമ്മ വർക്കേരിയിൽ ഓട്ടടയും ചൂടും, ഞാനിപ്പുറത്ത് നൂൽപുട്ടുണ്ടാക്കും. അപ്പോൾ ഈ സ്കൂളിലുള്ള ഫുൾ ദിവസങ്ങളിൽ നൂൽപുട്ട് എന്തായാലും വേണം. അപ്പോൾ എന്തായാലും 2 കടി വേണം. ഈ നൂൽപുട്ട് എല്ലാവരും നിന്ന് മടുക്കുമല്ലോ. അപ്പോൾ പിന്നെ 2 കടി ഉണ്ടാക്കും. ഇന്ന് ഓട്ടടയാണ്. അപ്പോൾ ഞാൻ മുത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഓട്ടട വേഗം എടുത്തുകൊണ്ടാണ്. കടലക്കറിയാണ് കേട്ടോ. കടലക്കറിയും നൂൽപുട്ടും തന്നെ റിച്ചൂസിന് പറ്റുള്ളൂ. പിന്നെ അതാ രണ്ടാളെ ചായടിയും കഴിഞ്ഞ് മദ്രസക്ക് പോകാൻ ഒരുങ്ങിക്കാണ്. മദ്രസക്ക് മുത്ത് പോകുമ്പോൾ കൊണ്ടുപോകാൻ മദ്രസയിലാക്കി കൊടുത്തിട്ട് മുത്ത് അവിടുന്ന് ബസ് കയറിയിട്ട് ട്യൂഷൻ അങ്ങനെ പോകലാണ്. പിന്നെ ഞാനൊരു 8:15 പോയി കൊണ്ടുവരും. ഇവിടെ പിന്നെ മദ്രസയിൽ പഠിക്കാൻ സമയമില്ല. 7:30 അവിടെ മദ്രസ തുടങ്ങും. കോട്ടപ്പാടത്താണെങ്കിൽ 6:30 തുടങ്ങും, 8 മണിക്ക് കൊണ്ടുവരുന്നു. ഇതിപ്പോൾ 7:30 തുടങ്ങും, 8:15 ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് ഒന്നും പഠിക്കാൻ സമയമില്ല. പിന്നെ മദ്രസ നിന്നാ വന്നതിന് ശേഷം വീണ്ടും ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മാറ്റിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. മദ്രസയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ 10 മിനിറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കലും ഡ്രസ്സ് മാറലും ബാത്റൂം പോക്കും ഒക്കെ ആ 10 മിനിറ്റ് കൊണ്ട് കഴിയും കേട്ടോ. തിരക്കിങ്ങനെ പെടപെടക്കേക്കാരം രാവിലെ. ഒരു പോയി കഴിഞ്ഞാലേ പിന്നെ ഒരു ഒഴിവുണ്ടാവുള്ളൂ. മുത്തുമോനിക്കും 7:30 8 മണിക്ക് ട്യൂഷൻ അവിടെ എത്തണം. ഇവനിക്ക് 7:00 മദ്രസ തുടങ്ങും. അപ്പോൾ ഇവനെ മദ്രസയിലാക്കിയിട്ട് ഓൻ അങ്ങനെ പോകും. അതുകൊണ്ട് കൊണ്ടാക്കേണ്ട പണി എനിക്കില്ല. കൊണ്ടുവരാൻ എന്തായാലും ഞാൻ പോകണം. വേറെ ആരും പോകാല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോകും. അപ്പോൾ 1-ാം ക്ലാസ്സിലായതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ മദ്രസ പഠിത്തം വളരെ പുറകോട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സമയമല്ല. 9 മണി വരെ ഇവിടെ മദ്രസ ഉണ്ട്. പക്ഷേ 9 മണി വരെ ഇരുത്താൻ സമയമല്ല. 9 മണിയാകുമ്പോഴത്തേനും സ്കൂൾ ബസ് വരും. 8:53 സ്കൂൾ ബസ് വരും. അപ്പോഴത്തേനും പിന്നെ സ്കൂളിൽ പറഞ്ഞേക്കണം. പിന്നെ ഒരു പോയതിന് ശേഷം ബാക്കിയുള്ള അടിക്കലും തോടെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ചോറും കൂട്ടാനൊക്കെ ആയി. ചോറും കറിയൊക്കെ തന്നെയാണ് വെച്ചത്. പിന്നെ ഉണക്കമാതിരി ഉണ്ടായിരുന്നു പൊരിക്കാൻ. അപ്പം ഞാൻ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പയറുപ്പേരും ഉണക്കമാന്തളും മാന്തളും കൊണ്ട് തന്നെ കറി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പിന്നെ അരി വെള്ളത്തിലിട്ടീന്. അപ്പോൾ അത് ആട്ടി വെച്ചു. അപ്പോൾ എനിക്ക് ഉണ്ണിയപ്പൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ചുട്ട് വെക്കും. ബാങ്ക് കൊടുക്കുന്നതിന് രാവിലെ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ചുട്ടവിടെ വെക്കും. എന്നിട്ട് ഒരു പാത്രത്തിൽ അടച്ച് വെക്കാരം വൈകുന്നേരത്തേക്കുള്ള ചായക്കടി കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരത്ത് ചോറയൊക്കെ കഴിഞ്ഞൊന്ന് പോയി കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എണീച്ച് വരാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇവനെ സ്കൂളിൽ ഇരുന്ന ആ സമയത്തേക്ക് 4 മണിയൊക്കെ എണീച്ചാൽ മതിയല്ലോ. അത് കടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കട്ടെ. അപ്പം ഞാനത് അരിയും അതുപോലെ തന്നെ പിന്നെ മൈദപ്പൊടിയും വെല്ലമൊക്കെ ഇട്ടിട്ട് അരച്ചത്. അതിൽ കുറച്ച് തേങ്ങ ചിരകിട്ട കേട്ടോ. ജീരകവും തേങ്ങയൊക്കെ ഞാൻ വെറുതെ അതിലിട്ട് അപ്പം കപ്പളെ അരച്ചിട്ട് അങ്ങനെ തന്നെ ചുട്ടതാട്ടോ. അരച്ച് വെക്കൊന്നുമില്ല, പെട്ടെന്ന് ചൂടും. പക്ഷേ നല്ല നേരായി കിട്ടും കേട്ടോ. അങ്ങനെ അരച്ച് ചുട്ടാലും ആദ്യമൊക്കെ ഉണ്ണിയപ്പം എങ്ങനെ ചുട്ടാലും നേരാകില്ല. ഇനിയിപ്പോൾ പിന്നെ ഉണ്ണിയപ്പം എങ്ങനെ ചുട്ടാലും നേരാകും. പൊടി കലക്കി ചുട്ടാലും നേരാകും, അരച്ച് ചുട്ടാലും നേരം. ഇപ്പോൾ എങ്ങനെ ചുട്ടാലും നേരം. ഇനിയിപ്പോൾ ഈ ചട്ടിൻ്റെ ഒരു ഗുണമാണോ എന്ന് അറിയില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്, അതിൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. സാധാ മറ്റേ ഈ ഇരുമ്പിൻ്റെ ചട്ടി ആയിരുന്ന സമയത്ത് ശരിയാവുകയും ഉണ്ടായിരുന്നില്ല. ഇതിൽ പിന്നെ അപ്പം കപ്പളെ അരച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും ഇതിൽ നല്ലപോലെ ഉഷാറായി കിട്ടും. അപ്പോൾ ഞാനത് ചുട്ടിട്ടൊരു പാത്രത്തിലാക്കി വെച്ച് പിന്നെ നിസ്കാരമൊക്കെ ചോറ് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി കിടക്കും. പിന്നെ ഞാൻ അസർ ബാങ്ക് കൊടുക്കും, അപ്പോഴേ എണീക്കുള്ളൂ. ഈ കടി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ കുറച്ച് നേരത്തെ എണീക്കണമല്ലോ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടാവില്ല കിടക്കുന്നിടത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കലില്ല. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടക്കും. കഴുത്തപ്പാണെങ്കിൽ ഉണ്ണിയപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടക്കും. പിന്നെ അതാ ഉച്ചക്കത്തെ പരിപാടി അതോടുകൂടി കഴിഞ്ഞ് ഇത് വൈകുന്നേരത്താണ്. വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്ന് ചായയുടെയും ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എവിടേക്കേലും ഒന്ന് പോകണം. അപ്പോൾ കുറച്ച് മഴ ഒന്ന് കുറവുണ്ടായിരുന്നു. അപ്പോൾ എവിടേക്കേലും ഒന്ന് പോകണം, സാറമ്മയുടെ അടുത്തൊക്കെ പോകണമെന്ന് പറഞ്ഞ് അറിയാക്കാറ്. അപ്പം അവിടെ നിന്ന് എപ്പോഴും മേലക്കോണെന്നതിനും അറിയാം ദീനുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് പോകില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മൂത്താപ്പാടെ പേരക്കുട്ടിയുണ്ട് സാറാന്ന്. അപ്പോൾ ഓളെ അൽബിറിൽ പ്രാവശ്യം ചേർത്തേക്കാണ്. അപ്പോൾ ഓളുടെ അടുത്തേക്ക് പോകാൻ കാര്യം. പക്ഷേ ഓൾക്കും തന്നെ 7 മണിയാകുമ്പോഴത്തേനും ഉറക്കം വരും. അപ്പോൾ 7 മണിയാകുമ്പോഴത്തേനും ഉറങ്ങും, കരയെന്നും പറഞ്ഞിട്ട് ഓളമ്മ
വൈകുന്നേരത്തോളം പഠിപ്പിക്കാനിരുത്തും, എഴുതിക്കാനൊക്കെ ഉള്ള ഇരുത്തിയാൽ. അപ്പോൾ ഞങ്ങൾ എന്ത് കഴിഞ്ഞാൽ പോണത് മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണ്ട അറിയിപ്പന്. പക്ഷേ ഇവർ വാശി പിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വന്നിട്ട് ഞാൻ പോയിക്കണ തൊടുവിൽ ഇപ്പം പോയിട്ടില്ല. അപ്പം പറയാം നമുക്ക് എന്നാൽ തൊടുവിലൊന്ന് പോയിട്ട് പറമ്പിലൊന്ന് കയറി പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയത്. അപ്പം ഉമ്മ പകല് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉമ്മ പറമ്പൊക്കെ കയറി എന്നിട്ട് ഇതേപോലെ കാടൊക്കെ വിട്ട് ഒക്കെ പറിച്ച് ശരിയൊക്കെ വലിയ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പം അന്ന് ഞങ്ങൾ ചെന്നൊന്ന് നേരാക്കിയിട്ടതാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് കയറിപ്പോയി. പക്ഷേ കൊതുകാണ്, ഭയങ്കര കൊതുകാണ്. എന്നാലും വെറുതെ ഇങ്ങനെ ഇടണം. വെള്ളം വീട്ടായതാണ് ഇമ്മ ഏരി വെട്ടിയതായിരുന്നു. അപ്പോൾ അതൊക്കെ മഴ പെയ്ത് വെള്ളം കൊണ്ട് അവിടെയൊക്കെ ഓട്ടപ്പെട്ട് കുഴിയായി പോയിക്കണം. അതുകൊണ്ട് അതൊക്കെ ഉമ്മ മുറ്റം പോലെ ആക്കിയിരിക്കുക. പുല്ല് പറിച്ച് മുറ്റം പോലെ ആക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു പേരക്ക മരമുണ്ട്. അപ്പോൾ അതുമ്മേ പേരക്ക ചെറുത് പേരക്ക ഉണ്ട്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു അതിൽ വലിയ പേരക്ക ഉണ്ട് പറഞ്ഞിട്ട് അത് ഞാൻ പിടിച്ചു നോക്കി മൂത്തുക്കണമെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി പിടിച്ചതാട്ടോ. ഒന്ന് കിട്ടി. ഇതിനൊക്കെ ചെറുതാണ്, ഉണ്ടാവണേ ഉള്ളൂ, ആയിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറമ്പക്കൂടെ ഒന്ന് കയറിപ്പോവും. അധികം വാശിടിക്കാനൊന്നും അങ്ങോട്ടൊക്കെ ഒന്ന് കയറിപ്പോവും. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഒരു സമാധാനമാണ്. ചെല്ലുമ്പോൾ ചിലപ്പോൾ മയിലാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയും ചെയ്യും. പറമ്പിൻ്റെ മേലെ ഭാഗത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി വരും. പക്ഷെ എപ്പോഴൊന്നും വരില്ല. അപ്പോൾ ആ മേലെ ഭാഗത്ത് അവിടെ ആ മണ്ണിൽ എപ്പോഴും മഴ അല്ലെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ ആ മണ്ണിൽ വന്ന് കിടക്കും അതിറ്റുകൾ. അപ്പോൾ അങ്ങനെ ഒന്ന് കയറിപ്പോയതാണ്. അതുകൊണ്ടോ വലുതായിട്ടില്ല, വലുതാകണേ ഉള്ളൂ. ഞാൻ പിന്നെ പേരൊക്കെ എത്ര പിഞ്ചാണെങ്കിലും അത് കിട്ടിയോളം പറിച്ച് കടിച്ച് പറിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്, ചെറുതാണ്. എന്നിട്ട് ഇവനിഞ്ഞ് മേലുണ്ട് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചില്ല. പക്ഷെ അതൊക്കെ ചെറുതായിരുന്നു ഉണ്ടായിരുന്നത്, വലുതായിട്ടില്ല. കാക്കു വന്നപ്പോൾ ഞാൻ 6 മാസത്തിന് കോട്ടേഴ്സ്ക്ക് പോയതായിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ കാക്കു തിരിച്ച് പോയി ഗൾഫിൽ പോയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഈ മദർസിൻ്റെ കാര്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയും വന്നതല്ലെന്ന് വിചാരിച്ചപ്പോൾ ഒരു കൊല്ലമൊക്കെ ഇവിടെ നിന്നിട്ട് അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സൊക്കെ ഖുർആനൊക്കെ പഠിക്കൽ തുടങ്ങിയാൽ ഈ ക്ലാസ് ഇരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പഠിത്തം നടക്കൂല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അസ്സലാമു അലൈക്കും.